ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നത്. 15 ദിവസം എന്ന് പറയുന്നത് ജനങ്ങൾ കഴിക്കുന്ന ഭക്ഷണ വസ്തുക്കളാണത്. ഈ ഭക്ഷ്യവസ്തുക്കളിൽ വിഷാംശം കലർന്നത് 15 ദിവസം പോലെ നടപടിയെടുക്കാൻ. എന്തൊരു പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ചർച്ച തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട വിജയമോട് ഇവിടെ സൂചിപ്പിച്ചത് ആരെങ്കിലും ഒരു ക്യാമറ ടീമുമായി വന്ന് മാധ്യമ പ്രവർത്തകന്മാരുമായി വന്നുകൊണ്ട് ഒരു മന്ത്രിയെ സമീപിക്കുമോ എന്നാണ്. ആ മന്ത്രി തന്നെ പറയുന്നത് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തിയതാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ മാധ്യമ പ്രവർത്തകരുടെ ക്യാമറയുമായി വന്ന് ഒരു മന്ത്രിയെ ഭീഷണിപ്പെടുത്തുമോ? അവിടെ നിന്ന് ആലോചിച്ചുകൂടെ? അപ്പോൾ എത്ര പരസ്പര വിരുദ്ധമായി ഇവർ പറയുന്ന കാര്യങ്ങൾ തന്നെ. കാരണം യഹിയ ഈ ടെൻഡറിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് ഈ ടെൻഡറിൽ പങ്കെടുത്ത യഹിയ ഒരു പക്ഷെ ആലോചിച്ചിട്ടുണ്ടാകാം, എന്തുകൊണ്ട് എന്റെ ടെൻഡർ പരാജയപ്പെടുന്നു, ഇതിനേക്കാൾ കുറഞ്ഞ വിലക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ എങ്ങനെ കഴിയുന്നു? ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അന്വേഷണമായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് എത്തിയത്. അത് എത്തിയത് കൊണ്ടായിരിക്കാം ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. കാരണം അത് വ്യാപാരികൾക്ക് അറിയും. കാരണം പലതരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളുമുണ്ട്. ഇങ്ങനെ വില കുറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തിട്ടുണ്ടാകാം എന്ന സംശയം ഉണ്ടാകുന്നത് ഒരു വ്യാപാരിക്കേ ഉണ്ടാകൂ, നമുക്ക് സാധാരണക്കാർക്ക് ഉണ്ടാകില്ല. അതുകൊണ്ടായിരിക്കാം